ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കിഴങ്ങ്, പിന്നെ സവാള, ഏത്തക്ക, തക്കാളി, മുരിങ്ങയ്ക്ക, ചേന, പടവലങ്ങ, വെള്ളരിക്ക, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് തൊമര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മാത്രം മതി. അത് നന്നായിട്ട് കഴുകിയിട്ട് ഈ കൂട്ടിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. 3 വിസിൽ അടുപ്പിക്കണം നമ്മൾ കേട്ടോ. ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ പോകുന്നത് ഈ കുക്കറിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് ഉപ്പ് ആഡ് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളുടെ കയ്യിലുള്ളത് കായത്തിന്റെ കട്ടക്കായം ആണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് കായപ്പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വിസിലടിക്കും. വേകാൻ വെച്ചിട്ടുണ്ട്. ഇത് 3 വിസിലടിക്കുക. സാമ്പാറിന്റെ കൂട്ടിങ്ങനെ കുക്കറിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. 3 വിസിൽ കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെക്കുക. അത് കുറച്ച് നേരം വേകാനായിട്ട് കുറച്ച് സമയം വെക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചൂടായ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ചെറുജീരകമാണ് എടുക്കേണ്ടത്. ചെറുജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. സാമ്പാർ വെക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി മൂപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ ആ സാമ്പാറിന് നല്ല രുചിയും മണവും ആയിരിക്കും എന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ ഉള്ളി ഒരു ബ്രൗൺ കളറാണ്. നമ്മളെന്താ ഈ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, അതിൽ ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സദാ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 1.5 ടീസ്പൂൺ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ. അതിനുശേഷം ഞാൻ ഈ കൂട്ട മുളക് പൊടി മല്ലിപ്പൊടിയായിട്ടുള്ള കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് എന്നിട്ട് അടുപ്പ് ചൂടാക്കിയിട്ട് ഒന്നുകൂടെ ഈ നമ്മൾ മിക്സ് ചെയ്ത കൂട്ട് ഇളക്കി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കണം. ഒരുപാട് ഉടയ്ക്കേണ്ട, ചെറുതായിട്ട്.
കുറച്ച് വെക്കണം, നമ്മൾ ഒരുപാട് കൂട്ടി വെക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക, ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് വേണ്ട അത്രയും ഉപ്പ് ചേർത്ത് നന്നായിട്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല രുചിയുള്ള ഒരു പഴമ ഉള്ള സാമ്പാറാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.